ഹലോ, ഇന്ന് ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള തളി ശിവക്ഷേത്രത്തിൽ പോയി കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തളി ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചാൽ പാർവതീ സമേതനായിട്ടുള്ള ആനന്ദഭാവത്തിലുള്ള പരമശിവൻ കേട്ടോ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് കേട്ടോ. അത് രണ്ടും തുല്യ പ്രാധാന്യത്തിലുള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രണ്ട് ദേവന്മാർക്കും സ്വന്തമായി തന്നെ കൊടിമരമുണ്ട് കേട്ടോ ഇവിടെ. അതുകൂടാതെ ഗണപതി, ഭഗവതി, നരസിംഹമൂർത്തി, ശാസ്താവ്, എരിഞ്ഞിപ്പുരാൻ, നാഗദേവങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ പ്രതിഷ്ഠയാട്ടാ. പണ്ട് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിൻ്റെ മുഖ്യ ക്ഷേത്രമാണിത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കോഴിക്കോട് ഈ അമ്പലത്തിൽ പോകുന്ന തളി ക്ഷേത്രത്തിൽ. എപ്പോഴും പോകണമെന്ന് വിചാരിക്കും, പക്ഷെ പോകാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 6 മണി ആ സമയത്ത് കേട്ടോ അമ്പലത്തിൽ എത്തുന്നത്. അപ്പോൾ മോൾക്ക് നല്ല ഹാപ്പി, അവൾ അമ്പലം ചുറ്റി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൽ പോയി നമുക്ക് ഉണ്ണിയപ്പം തരും കേട്ടോ പ്രസാദമായിട്ട്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിലാട്ടോ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ണിയപ്പമൊക്കെ തന്ന്. ഞങ്ങൾ ചില നാട്ടിൽ കുഴിയപ്പം എന്ന് പറയും, ഞങ്ങൾ ഉണ്ണിയപ്പം എന്നും പറയും, കുഴിയപ്പം എന്നും പറയും. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് അവിടെ നിന്ന് മെല്ലെ പുറത്തിറങ്ങി കേട്ടോ. വേറൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മിഴിമോള നക്ഷത്രം തിരുവാതിര കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന ദിവസം അവിടെ തിരുവാതിരയായിരുന്നു. അത് എനിക്കൊരു എന്താ പറയുക, ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി തോന്നി കേട്ടോ, ആ നക്ഷത്രത്തിന് അവിടെ എത്താൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സന്ധ്യാസമയം ആയിക്ക് ഒരു രാത്രിയായി വരുന്നുണ്ട് കേട്ടോ. ഇത് അവിടുത്തെ ചുമർച്ചിത്ര കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വെച്ചാൽ അവിടെ ചിറയുണ്ട്, ചിറയെന്നും കുളം എന്നൊക്കെ പറയും. അപ്പോൾ അതിനടുത്ത് ഒരു കുറേ വിശ്രമിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ വിശ്രമിച്ച് ഈ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു, സന്ധ്യ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിട്ടോ. നല്ല അമ്പലത്തിലെ പാട്ടും കുളവും ആൽമരവും നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ